ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു ദിവസം കൂടെ വലിയവനായ ദൈവത്തോടൊപ്പം നമുക്കായിരിക്കാൻ ദൈവമിടയാക്കിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. സഖരിയാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നും നമ്മൾ ധ്യാനിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ വാക്യങ്ങൾ സഖരിയാവ് കാണുന്ന ആദ്യത്തെ ദർശനമാണ്. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്ന 8 ദർശനങ്ങളിൽ ആദ്യത്തെ ദർശനമാണ് ഈ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. ഈ ദർശനങ്ങളെ പൊതുവെ ഉടമ്പടിയുടെ ദർശനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ആദ്യം കാണുന്ന ദർശനത്തിൽ ഒരു വലിയ സൈന്യത്തെയാണ് സഖരിയാവ് കാണുന്നത്. ഇസ്രയേലിന്മേൽ നീതി നടപ്പാക്കുന്ന, ഇസ്രയേലിനെ സംരക്ഷിക്കുന്ന, ദൈവജനത്തിൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ സൈന്യം. ആ സൈന്യത്തിൻ്റെ സൈന്യാധിപനായി വെളിപ്പെടുന്നയാളാണ് കർത്താവായ യേശുക്രിസ്തു. ഞാൻ ഓർപ്പിച്ചല്ലോ, യഹോവയുടെ ദൂതൻ എന്ന നിലയിൽ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെട്ട 11 വേദഭാഗങ്ങൾ പഴയ നിയമത്തിലുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചിരുന്നു. അതിലൊന്നാണ് ഈ വേദഭാഗം. ഇവിടെ യഹോവയുടെ ദൂതൻ എന്ന നിലയിൽ കർത്താവ് വെളിപ്പെടുമ്പോൾ 2 പ്രത്യേകതകൾ കർത്താവിനെക്കുറിച്ചുകൂടെ വായിക്കുന്നുണ്ട്. 8-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. ലോകത്തിൽ അനേക പുരുഷന്മാരുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ വേദപുസ്തകം ഒരു പുരുഷനെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു എന്ന ഏക പുരുഷൻ, പാപരഹിതമായി ലോകത്ത് ജീവിച്ച ഏക പുരുഷൻ ക്രിസ്തുവാണ്. പാപരഹിതനായി ലോകത്ത് ജനിച്ച ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. വിശുദ്ധ പ്രജയായി, ഹോളി സീഡായി ലോകത്ത് ജനിച്ച ഒരാൾ ക്രിസ്തുവാണ്. അവനെക്കുറിച്ച് മാത്രമാണ് പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ക്രിസ്തു ഇവിടെ ചുവന്ന കുതിരപ്പുറത്ത് വന്നതെന്തിനാണ്? സഖരിയാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലും വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലും ദൈവം ന്യായവിധി നടപ്പാക്കാനായിട്ട് ലോകത്തിലയക്കുന്ന കുതിര ചേവകരുടെ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ സൈന്യം, ലോകത്തെ ന്യായം വിധിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സൈന്യത്തെ ദൈവം നിയോഗിക്കുമ്പോൾ അവിടെ ചുവന്ന കുതിരകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ന്യായവിധിക്കാൻ വേണ്ടി, രക്തരൂക്ഷിതമായ വിപ്ലവത്തിന് വേണ്ടി ദൈവം ലോകത്തെ, ദൈവജനത്തോടും ദൈവജനത്തോടും ഈ ലോകം ചെയ്ത അതിക്രമങ്ങൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കാൻ ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദിവസം ആ ന്യായവിധി നടപ്പാക്കും. എന്നാൽ ഇവിടെ കർത്താവായ യേശുക്രിസ്തു ചുവന്ന കുതിരപ്പുറത്ത് വെളിപ്പെടുന്നത് എന്തിനാണ്? അവൻ ന്യായവിധി നടപ്പാക്കാൻ വേണ്ടി വരുന്നതല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, രാത്രിയിൽ അവൻ ചുവന്ന കുതിരപ്പുറത്ത് വന്നു. എന്താണ് രാത്രി സൂചിപ്പിക്കുന്നത്? വേദപുസ്തകത്തിൽ ഇരുട്ട് സൂചിപ്പിക്കുന്നത് പാപത്തിൻ്റെ അനുഭവമാണ്. ക്രിസ്തുവിനെക്കുറിച്ച് വായിക്കുന്നത് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമെന്നാണ്. ലോകത്തിൽ ഇന്ന് ഇരുട്ട് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പാർശ്വഭാരതത്തിലെ ഋഷിവര്യന്മാർ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ബൃഹത്താരണ്യ ഉപനിഷത്തിലുണ്ടല്ലോ. അതിങ്ങനെയാണ്: തമസോർമ ജ്യോതിർഗമയ, ഈശ്വര, ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ. ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന അധർമ്മത്തിൻ്റെയും പാപത്തിൻ്റെയും ഇരുട്ടിൽ നിന്ന് ലോകത്തെ വിടുവിക്കാൻ വന്ന വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. ഇവിടെ ചുവന്ന കുതിരപ്പുറത്ത് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെല്ലാം ലോകത്തെ നശിപ്പിക്കാൻ വന്നവരാണെങ്കിൽ, ഇവിടെ കർത്താവായ യേശുക്രിസ്തു ചുവന്ന കുതിരപ്പുറത്ത് വന്നത് ലോകത്തെ രക്ഷിക്കാനാണ്. ലോകത്തിൽ എവിടെയെല്ലാം രക്തരൂക്ഷിതമായ വിപ്ലവങ്ങളുണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം അസമാധാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ലോകത്തിൽ കർത്താവ് രക്തം ചൊരിഞ്ഞത് സമാധാനത്തിന് വേണ്ടിയാണ്. കൊലോസ്യരിൽ നമ്മൾ വായിക്കുന്നത്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി. കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചത് അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയല്ല. അവൻ പാപം ചെയ്തിട്ടില്ല. 6 കോടതികളിൽ മാറി മാറി വിസ്തരിക്കപ്പെട്ടു. നിയമകോടതികളിലും മതകോടതികളിലും മാറി മാറി വിസ്തരിക്കപ്പെട്ടിട്ടും ഒടുവിൽ റോമൻ ഗവർണറായ പീലാത്തോസ് പറഞ്ഞത്, ഈ മനുഷ്യൻ്റെ പേരിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ലെന്നാണ്. പിന്നെന്തിനാണ് ക്രൂശിക്കപ്പെട്ടത്? പത്രോസ് പറയുന്നത്, അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ അർപ്പിക്കപ്പെട്ടു. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരി, എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്, പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്.
പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സമാധാനമില്ലാത്തത്, നമുക്ക് സ്വസ്ഥതയില്ലാത്തത്. നമ്മൾ ഈ രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും എല്ലാം അനുഭവിക്കുന്നത് പാപത്തിൻ്റെ അനന്തരഫലങ്ങളാണ്. ഏറ്റവും വലിയ അനന്തരഫലം വരാൻ പോകുന്നത് നിത്യന്യായവിധിയിൽ നിന്നാണ്. അവിടുന്ന് നമ്മളെ വിടുവിച്ചത് കർത്താവായ യേശു ക്രിസ്തു. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളുടെ പരിഹാരം, പാപത്തിൻ്റെ ശിക്ഷ കാൽവറിയിലെ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തു. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി. സ്വർഗത്തിലുള്ളതിനെയും ഭൂമിയിലുള്ളതിനെയും ദൈവപുത്രൻ്റെ കൂടെ തന്നെ കൊണ്ട് നിരപ്പിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇന്ന് രാവിലെ സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ട് മാറി സമാധാനത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് സമാധാനപൂർണമായ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് ഈ വചനം മുഖാന്തരമാകട്ടെ. കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന വചനത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.